ഞാനിപ്പോൾ ഫ്ലാറ്റിലാണ്. ഇന്ന് വളരെ പ്രിയപ്പെട്ട ഒരു കൊറിയർ വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം 10:20. കുഞ്ഞിനെ സ്കൂളിലാക്കിയിട്ട് നേരെ കൊണ്ട് പോകണം. ഇന്നലെ ഒരു പോള കണ്ണടച്ചിട്ടില്ല. എക്സൈറ്റഡ്. ഇപ്പോൾ അവനെ വിളിച്ചപ്പോഴാണ് പറഞ്ഞത് സെക്യൂരിറ്റി പോസ്റ്റിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സെക്യൂരിറ്റീൻ്റെ അടുത്ത് പോയിട്ട് എടുക്കട്ടെ. Yes, ഇത് തന്നെ. Yes. ഇവിടുന്ന് ഒരു 2 നില കയറിയാലാണ് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് എത്തുക. പക്ഷേ കൊണ്ട് അവിടെ വരെ കയറാനുള്ള ആവതില്ല. വേറൊന്നും കൊണ്ടല്ല. അത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ അസുഖത്തിൻ്റെ പ്രശ്നമാണ്. അങ്ങനെയൊന്നല്ല കേട്ടോ. ഇപ്പം എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമല്ല. ഞാനിപ്പോൾ വേണമെങ്കിൽ ഓടിക്കയറും. അതൊന്നും പ്രശ്നമല്ല. അത്രയും ആഗ്രഹിച്ചിട്ട് നമ്മൾ തിരഞ്ഞിട്ട് നടക്കില്ല എന്ന് വിചാരിച്ചൊരു സാധനം, വർഷങ്ങളായിട്ട് അതിൻ്റെ പിന്നാലെ നടന്നിട്ട് അങ്ങനെ ഒരു സാധനം നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോഴുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. അതിങ്ങനെ എൻ്റെ കയ്യിൽ ഉള്ളപ്പം വേറൊരു മൂഡ്, ഒരു വൈബ്. ഇവിടെ ഇരുന്നിട്ട് ഞാൻ കഥാപുസ്തകം പറഞ്ഞു കഴിഞ്ഞാലേ ശരിയാവില്ല. നമുക്ക് സ്റ്റുഡിയോയിലേക്ക് പോകാം. ഇതാണ് ഞങ്ങളെ സ്വപ്നം. ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടോ ഇങ്ങനെ. ഇതാണ് ഞങ്ങളുടെ ഫ്ലാറ്റ്. ഇതിൻ്റെ ഉള്ളിലാണ് സ്റ്റുഡിയോ. ഈ ഫ്ലാറ്റ് വാങ്ങിയ സമയത്ത് സ്റ്റുഡിയോ മെയിനായിട്ടുള്ള ഒരു പർപ്പസ് ആയിരുന്നു ഇതിൻ്റെ ഉള്ളിലത്തെ. അതായത് 2 ബെഡ്റൂമുള്ളൊരു ഫ്ലാറ്റിൽ ഒരു ബെഡ്റൂം സ്റ്റുഡിയോ ആക്കണം. പിന്നെ ഒന്ന് ഞങ്ങളുടെ ബെഡ്റൂം. പിന്നെ ഒരു ഇപ്പം പണ്ട് ചട്ടയും കാലം ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ട് അത്തരത്തിലുള്ള സാധനങ്ങൾ ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ സ്റ്റിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ പ്രധാന പ്രശ്നം അത് അന്നത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ആൾക്കാർ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സൗണ്ടിൻ്റെ ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഇത് ഞങ്ങളൊന്ന് സെറ്റാക്കി വന്നിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ വീട് പണി തുടങ്ങി. അപ്പം മെല്ലെ എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് താമസം മാറി. ഇവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയതിന് ശേഷം ഞങ്ങൾ ഫ്രീ ആയിക്കഴിഞ്ഞാൽ ഈ ഫ്ലാറ്റിൽ വെച്ചിട്ട് വീണ്ടും ഫാമിലി ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങണം എന്നുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്താണ് എനിക്ക് അസുഖം വന്നതും ഇവിടുന്ന് ഞങ്ങൾ മാറിയത്. ഇപ്പോൾ കഴിഞ്ഞൊരു 3 മാസത്തിനടുത്തായിട്ട് ഇത് അടച്ചിട്ടിരിക്കാം. അതാണ് മൊത്തം അലമ്പായി കിടക്കുകയാണ്. ഒന്ന് നന്നാക്കി എടുക്കണം. ഇതൊന്ന് റെഡിയാക്കി എടുത്തിട്ട് വേണം ഇനി കാര്യമായിട്ട് വീഡിയോയിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ. ആ ഒരു ടച്ചൊക്കെ വിട്ടുപോയ പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. എന്തായാലും ഇവിടുന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അതിനുവേണ്ടി ഞാൻ കാത്തിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഇതെൻ്റെ കയ്യിലെത്തുന്ന ആ ഒരു മൊമെൻറ്റിനാണ്. അതിനിപ്പോൾ ഒരു 3 മാസത്തിനടുത്ത് ഞാൻ കാത്തിരുന്നു. സോ ഇപ്പം അത് എൻ്റെ കയ്യിലുണ്ട്. നമുക്ക് സ്റ്റുഡിയോയിലേക്ക് പോകാം. സ്റ്റുഡിയോ ഒക്കെ പരിതാപകരമായിട്ടിരിക്കുകയാണ്. ഇതൊന്ന് സെറ്റ് ചെയ്യാനുള്ളൊരു സമയം പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതൊരു വ്ളോഗ് പോലെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ചിലപ്പോൾ ഒരു കാറ് ഞാൻ ആഗ്രഹിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ പോലും ഇത്രത്തോളം എനിക്കൊരു സന്തോഷം ഉണ്ടാകുമെന്നുള്ള അറിയില്ല. ആ സന്തോഷം വേറൊരാൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു സാധനത്തിന് വേണ്ടി ഇത്ര എക്സൈറ്റഡ് ആവേണ്ട ആവശ്യമുണ്ടോ എന്ന് എൻ്റെ ഫാമിലി പോലും ചിന്തിക്കുന്നു. ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല ഇവിടെ വന്നിട്ട് ഇത് കളക്ട് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട്. അപ്പോൾ എൻ്റെ ഭാര്യ ചോദിച്ച ആ ചോദ്യമാണ് ഞാനിപ്പോൾ
ഇപ്പോൾ പറയുന്നത്. അത്രയും ഞാൻ എക്സൈറ്റഡ് ആണ്. എനിക്കത് കാണുമ്പം അതെങ്ങനെയാണ് പറയേണ്ടതല്ല എനിക്കറിയില്ല. ഞാൻ ശരിക്കും ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പോലും നല്ലൊരു ക്യാമറയിൽ രസമായിട്ടത് ഷൂട്ട് ചെയ്യണം, അത് അൺബോക്സ് ചെയ്യുന്നത്. അൺബോക്സിങ് ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഫോണോ പിന്നെ ഗോപ്രോയോ അല്ലെങ്കിൽ മറ്റേ ഞാൻ യൂസ് ചെയ്യുന്ന ട്രൈപോഡോ അതിൻ്റെയൊക്കെ അൺബോക്സിങ് പണ്ടപ്പോഴാണ് ഞാൻ ചെയ്തിട്ടുള്ളതല്ലാതെ അൺബോക്സിങ് ഡ്യൂഡൊന്നല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ അൺബോക്സ് ചെയ്യാം. പക്ഷേ ഈ ഒരു അമുലെറ്റ് എനിക്ക് തോന്നുന്നു അത് എനിക്ക് ചെയ്യണം. എനിക്ക് അത് എന്നും അതേ ക്യൂരിയോസിറ്റി, ആ ഒരു താല്പര്യം, എനിക്കത് എത്രത്തോളം എൻ്റെ ഉള്ളിൽ താല്പര്യം ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത് എനിക്ക് തന്നെ വീണ്ടും വീണ്ടും കാണാൻ വേണ്ടിയിട്ട് അത് അൺബോക്സിങ് ചെയ്യണം. പക്ഷേ സാഡ്ലി ഞാൻ ക്യാമറ പോലും ചാർജ് ചെയ്തിട്ടില്ല. ക്യാമറ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി ക്യാമറ ചാർജ് ചെയ്ത് വെച്ചിട്ട് വേണം എനിക്കിതിൻ്റെ ഒരു ഡീറ്റെയിൽ ഷോട്ട്സും കാര്യങ്ങളും എടുക്കാൻ. പക്ഷെ പാക്കേജിങ് പൊട്ടിക്കുന്നു, അതിലൊന്നും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ആ സാധനം എനിക്ക് ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഒരുപാട് പേര് നമ്മുടെ ആ വീഡിയോസ് കണ്ടതിന് ശേഷം ഒരുപാട് പേര് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചത്, ബ്രോ അതൊരു അൺബോക്സിങ് ആയിട്ട് ചെയ്യുമോ, ബ്രോൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്കും കാണണം എന്നൊക്കെ പറഞ്ഞു. അതെൻ്റെ മാത്രം പ്രൈവസിയാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും അത് അൺബോക്സിങ്, അതായത് ആ വിഷ്വൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. എൻ്റെ എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഞാൻ അതിൻ്റെ നൈഫും സാധനങ്ങളൊക്കെ എടുക്കട്ടെ. സാധാരണ ഇങ്ങനത്തെ സാധനങ്ങൾ പെറുക്കിയിട്ട് നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എൻ്റെ ആയുധം ഇതാണ്. ഞാൻ അൺബോക്സിങ് ചെയ്യുന്ന സാധനമല്ല, ഞാൻ എൻ്റെ പെൻസിൽ കൂർപ്പിക്കുന്ന നൈഫാണിത്. അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് അൺബോക്സിങ് ചെയ്യാം. അപ്പം ഞാനൊന്ന് സെറ്റ് ചെയ്യട്ടെ. ക്യാമറ കയ്യിൽ വെച്ചിട്ട് അൺബോക്സിങ് നടക്കില്ല. അപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കാത്തിരുന്ന് കിട്ടിയ അമുലെറ്റ് എൻ്റെ തൊട്ട് മുമ്പിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു, അതായത് ലൈവായിട്ട് ഇത് അൺബോക്സ് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ആവശ്യം എന്താണ്. ഇപ്പം നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുന്നു, ആ പ്രോഡക്റ്റിൻ്റെ ഒരു ഫോട്ടോ അത് കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുണ്ട്. അതിൻ്റെ ഒരു ഫോട്ടോ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ അതിന് ചെറിയൊരു റീലാക്കിയിട്ട് യൂട്യൂബിലോ ഷെയർ ചെയ്താൽ പോരെ. അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്, അതായത് ഞാൻ ഇത് കാണുന്ന എക്സൈറ്റ്മെൻറ്റ് അവർക്ക് നേരിട്ട് അനുഭവിക്കണം. അതെന്തായാലും എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യേണ്ട ഒരു സാധനമാണ്. പിന്നെ അതിൽ ചില ആൾക്കാർ പറഞ്ഞൊരു സാധനം, ഇതിൽ എന്തെങ്കിലും ഒരു അത്ഭുത ശക്തി ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് കാണാമല്ലോ. ഞാൻ അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല ഇതിലൊരു അത്ഭുത ശക്തി ഉണ്ട്. ഇതൊരു പ്രോഡക്റ്റാണ്. ഇത് ഫേസ്ബുക്കിലുള്ള ഒരാൾ വഴി എനിക്ക് കിട്ടിയാണ്. ഞാൻ ഡീറ്റെയിൽ ഒക്കെ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് അയാൾ ഇതെൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കഥയായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അല്ലാതെ ഇതിന് അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ എൻ്റെ ലൈഫിൽ നടക്കുമായിരിക്കാം. ഞാൻ ആഗ്രഹിച്ചിട്ട് വാങ്ങിയതാണെങ്കിൽ പോലും അത് അയാൾ പറഞ്ഞ ചില കഥകളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഞാനതിൽ വിശ്വസിക്കുന്നൊന്നുമില്ല. ഇങ്ങനൊരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അൺബോക്സിങ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ആ ഒരു ഫീലിംഗ്, അത് നിങ്ങൾ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യുമ്പോഴാണ് ഞാനത് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ലൈവായിട്ടോ അതൊരു സമയത്രയെന്ന് പറയാം 2:02 4 മണിക്കൂർ. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ക്ഷേത്രമുണ്ട്. അവിടെ നാളെ മുതൽ ഉത്സവമാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. നമുക്കങ്ങനെ വിശ്വസിക്കാം. അങ്ങനെ വിശ്വസിക്കാം. അടുത്ത പവർ പോകുന്നതിന് മുമ്പേ നമുക്ക് നമ്മുടെ പരിപാടി നോക്കാം. സോ നമുക്ക് നമ്മുടെ തുത്തൻഖാമനെ സാക്ഷി നിർത്തി അമുലെറ്റ് അൺബോക്സ് ചെയ്യാം. ഞാൻ ഈ 4 മണിക്കൂർ ഞാൻ ഒന്നും ചെയ്തില്ല കേട്ടോ. ഞാൻ ഷോക്കായിപ്പോയി. അപ്പം അതുകൊണ്ട് ഇതാ
ശ്രീശ്യാം. എനിക്ക് തോന്നുന്നത് പല പല സ്ഥലങ്ങളിൽ നിന്നും കൊറിയർ ചെയ്ത് ഇവിടെ വരെ എത്തിയതാണ്. വേണ്ട, സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചോര വരും. ചോര വന്നു കഴിഞ്ഞാലും പ്രശ്നം അമിലിറ്റിനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വാവ്, ഇത് നിങ്ങൾ കാണണം ഗൈസ്. വാവ്, പാക്കിങ് കൊള്ളാം. മറ്റേ കേരള പോലീസിൻ്റെ കേസ് ഡയറികളൊക്കെ ഇതേപോലെ പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. അതായത് ഇത് വഴിക്കുന്ന ആരെങ്കിലും തട്ടിപ്പറിച്ച് ഈ ഒരു സാധനം അഴിച്ചിട്ടുണ്ടെങ്കിൽ അതറിയാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ. ഇനി അത് അതിൻ്റെ ഉള്ളിലുള്ള പ്രേതങ്ങൾ പുറത്തിയാടാതിരിക്കാനാണോ? കൊള്ളാം. നേരതാ അൺബോക്സ് ചെയ്യാൻ അല്ല, അൺബോക്സിങ് കാണാൻ ആഗ്രഹിച്ച ഭൂതഗണങ്ങൾക്ക് ഇത് എല്ലാവരും ആഹ്ലാദിപ്പിൻ, അർമാദിപ്പിൻ. യെസ്, ഓരോ കയറുകളായിട്ട് അഴിച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് ഇതിങ്ങനെ മുറിക്കുന്നതാണ്. ഇത് അനുബിസും ഹോറസും അല്ലേ? എനിക്കങ്ങനെ തോന്നുന്നു. നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഇത് സാധാരണ വെറുതെ ഒരു സീൽ വെച്ച പോലെ ഒരു തോന്നലില്ല എനിക്ക്. അതിനാവശ്യമില്ലാതെ റിസ്ക് എടുക്കണം. ഇത് എന്താണത്? വാവ്, ഇത് കാണാൻ പറ്റണ്ടോ? മൈ ഗാഡ്, ഓക്കെ. സാധനം കേട്ടോ. യൻയാനൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ. യൻയാന മനസ്സിലായോ നമുക്ക്? ഈ ആൻഷ്യൻ ചൈനീസ് സിംബോൾസത്തിലൊക്കെ പറയുന്നത് സാധനം അത് യൻയാൻ. അതായത് ഡാർക്കും ലൈറ്റുമാണ്. അതേപോലെ തന്നെ മെയിലും ഫീമെയിലും മെൻഷൻ ചെയ്യുന്നുണ്ട്. കുറേ മീനിങ് ഉണ്ട്. ഇതാണ് സാധനം. വീണ്ടും സർപ്രൈസാണ്. ഓക്കെ, തകിട് വല്ലതാണോ? ഗൈസ്, ഞാനിപ്പം എൻ്റെ ഫോൺ ഇത്രയും നേരം ഫോണിലാണ് ഞാൻ ഷൂട്ട് ചെയ്തിരുന്നത്. ഇനി ഷൂട്ട് ചെയ്യുന്നത് ഫോണിൽ മാത്രമാവാൻ പാടില്ല എന്നുള്ള ഒരു തോന്നലിലാണ് ഞാനിപ്പോൾ പകുതി ചാർജായിട്ടുള്ള ക്യാമറ വെച്ചിട്ട് ഞാൻ എൻ്റെ ഫേസും കൂടി എടുക്കുന്നത്. ഞാൻ ഇത് ഓപ്പൺ ചെയ്യുമ്പം അല്ലെങ്കിൽ ഈ കൊറിയർ എന്നെ തിരഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ എത്രത്തോളം എക്സൈറ്റഡ് ആണോ, × 2 അല്ലെങ്കിൽ × 3 അല്ലെങ്കിൽ × 4 ആ റേഞ്ചിലാണ് ഞാനിപ്പോൾ. എൻ്റെ ഹാർട്ട് ബീറ്റ് അടിക്കുന്നത് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് ഒരു കടലാസ് പൊതിഞ്ഞിട്ടുള്ള ഒരു മോതിരം. ഈ എൻ്റെ കയ്യിലേക്ക് വന്നിട്ടുള്ള സാധനങ്ങൾ അതല്ല. ഇപ്പോൾ ജസ്റ്റ് ഞാൻ പറയാം, ഞാൻ ഇത് രണ്ടിലും കൂടിയാണ് കേട്ടോ റെക്കോർഡ് ചെയ്യുന്നത്. കാരണം ഇത് നിങ്ങൾക്ക് കാണുകയും കൂടി ചെയ്യണം. എനിക്ക് ഒന്നാമത് ഇങ്ങനെ ഞാൻ ഇന്ന് വരെ ഷൂട്ട് ചെയ്തിട്ടില്ല, 2 രീതിയിൽ. ബട്ട്
ഞാൻ പറയാം, ഇത് എനിക്കിത് കാണുമ്പോഴേ ഒരു പഴയ മമ്മി മൂവിയൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത്. ഇതിൽ എന്തൊക്കെയൊക്കെയോ കുത്തി വരച്ചിട്ടുണ്ട്. അത് കുത്തി വരയല്ല, അത് ഹിബ്രു ആണത്. പക്ഷെ അത് ക്ലിയർ അല്ല, കുറേ പോയിട്ടുണ്ട്. അത് ഇനി അതിനു വേണ്ടി ആരെങ്കിലും ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്ത് പോയതാണോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ സാധനത്തിൽ ഒരു ഫീൽ ഉണ്ടല്ലോ, നല്ലൊരു മണമുണ്ട് ഇതിന്. മണം എനിക്ക് ക്യാമറയിൽ കൂടെ എങ്ങനെയാണ് നിങ്ങളെ അറിയിക്കാൻ പറ്റുക എനിക്കറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ ഈ തുണിയിലാണ് മണമുള്ളത്. ഈ ഒരു സാധനം കണ്ടോ, ഈ ഒരു സാധനം ഞാൻ തുറന്നിട്ടില്ല. ഇത് എനിക്ക് കിട്ടിയപ്പോഴാണ്, കാരണം ഇത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ. ഇങ്ങനെ ഒരു സാധനത്തിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. ഞാനെന്താ വിചാരിക്കുന്നത്, ഒരു മോതിരം, അത് എവിടെയോ ആരോ യൂസ് ചെയ്തിട്ടുള്ള ഒരു മോതിരം എനിക്ക് കൊറിയറായിട്ട് തരുന്നു, ഞാനത് കാണുന്നു, സിമ്പിൾ. പക്ഷെ ഇത്രത്തോളം അതിൻ്റെ ഉള്ളിൽ മറ്റുള്ളവർക്ക് കാണാൻ അല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ഞാൻ പ്രിപ്പയർ ആവുമായിരുന്നു. ഇതെന്താണ് സാധനം എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ നൂലുകൊണ്ട് കെട്ടിയിട്ടുണ്ട്, കടലാസല്ല. അത് എന്തോ എഴുതിയിട്ടുണ്ട്, ജെ എന്നല്ല. ഇത് ഈ പാളല്ലേ, പാള, നമ്മുടെ പനയുടെ അതുപോലത്തെ എന്തോ സാധനമാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്ന് നോക്കണം, അതെന്താ. ശരിക്കും ഞാൻ എക്സൈറ്റഡ് കേട്ടോ. അത് എന്താ സാധനം എന്ന് പോലും എനിക്കറിയില്ല. ഇനി ഇതൊക്കെ കൂടി ചേർത്തിട്ടാണോ അയാൾ ഈ പറഞ്ഞ കുട്ടിച്ചാത്തനും മാടനും മറുതി എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഇതിപ്പോൾ തുറന്ന് എന്തായാലും ഇനി ഇത്, യെസ്, ഇതാണ് മോതിരം. അയ്യോ,